ഹലോ ഫ്രണ്ട്സ്, അസ്സലാം വലൈക്കും. അപ്പം നമുക്കിന്ന് യൂട്യൂബിന് തന്നെ പിടിച്ചു കുലുക്കിയ ഒരു വൈറൽ ക്രീമി പാസ്ത ട്രൈ ചെയ്താലോ? നമ്മുടെ ഇഡലി ചെമ്പിൽ ഉണ്ടാക്കുന്ന നമ്മുടെ ക്രീമി പാസ്ത നമുക്കും ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. വളരെ സിമ്പിളാണ്, വളരെ എളുപ്പമായിട്ട് നമുക്ക് പാസ്ത ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. ശരിക്കും ഒരു യൂട്യൂബറിനെ ഇൻസ്പയർ ചെയ്ത് ഉണ്ടാക്കുന്ന റെസിപ്പിയാണ്. ബട്ട് സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ. കിടുക്കാച്ചി ഐറ്റമായിരുന്നു. നമുക്ക് ഈ പാസ്ത ശരിക്കും പറഞ്ഞാല് അധികം ടേസ്റ്റ് ഒന്നും ഉണ്ടാവാത്തൊരു സാധനമാണ്. പക്ഷെ ഇങ്ങനെ ഉണ്ടാക്കിയപ്പോൾ അത് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പൊ എല്ലാവരും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ ഒരു ഇഡലി ചെമ്പ് വയ്ക്കുന്നു. അതിലോട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള പാസ്ത ഇട്ട് ആവശ്യത്തിന് ഉപ്പും അതിനുശേഷം കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയി. നമ്മൾ കുറച്ച് കൂടുതൽ പാസ്ത ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം നമ്മൾ എന്താ ചെയ്തെന്ന് വെച്ചാൽ ഇഡലി തട്ടുണ്ടല്ലോ, മുകളിലത്തെ തട്ട്, അതും കൂടെ വെച്ചു കൊടുത്തതിന് ശേഷം പിന്നെ വേണ്ടത് സവാളയാണ്. ഞാൻ ഒരു സവാള എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു 5-10 അല്ലി വെളുത്തുള്ളിയും കൂടെ തൊലിച്ചത് എടുക്കണം. പിന്നെ കുറച്ച് കാഷ്യൂ നട്ട്സും എരിവിനാവശ്യമായിട്ട് ഒരു 2 വറ്റൽമുളകും, പിന്നെ എരിവിന് കുറച്ചുകൂടെ വറ്റൽമുളക് വേണമെങ്കിൽ അതും കൂടെ ആവാട്ടോ. അതൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച്. പിന്നെ അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പ് കുരുമുളക് പൊടിയും കൂടെ മിക്സ് ചെയ്ത് വെച്ച് നമ്മുടെ ചിക്കനും കൂടെ ചേർത്ത് നമ്മുടെ ഇഡലി ചെമ്പടയ്ക്കാം. പിന്നെ ഒരു 15-20 മിനിറ്റ് ആകുമ്പോഴേക്കും സംഭവം ഇതുപോലെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടാവും. പിന്നെ അതിനുശേഷം ഇതിൽ നിന്നുള്ള മുളക്, തക്കാളി, കാഷ്യൂനട്ടും സവാളയും ഉള്ളിയും എല്ലാം കൂടെ എടുത്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക ഇതുപോലെ. അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വെക്കുക, ആവശ്യത്തിന് കുറച്ച് ബട്ടർ ഇടുക. നന്നായിട്ട് മെൽറ്റ് ചെയ്ത് വരുമ്പോൾ നമ്മൾ ഈ ബ്ലെൻഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ മിക്സിനെയും കൂടെ അങ്ങോട്ട് ചേർത്ത് പിന്നെ ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ സംഭവം സിമ്പിളാണ് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി 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 ഇതേപോലെ കുറച്ച് വെള്ളമൊക്കെ വറ്റി വരുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പാസ്ത ഉണ്ടല്ലോ, അതും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ വീണ്ടും 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 നന്നായിട്ട് ഇളക്കി ഈ മിക്സ് ആ പാസ്തയിൽ നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി യോജിപ്പിച്ച് അങ്ങോട്ട് കൊടുക്കുക. ഇളക്കണ സമയത്ത് നമ്മുടെ ചിക്കൻ ഉണ്ടല്ലോ, വേവിച്ച ചിക്കൻ, അതിനെയും കൂടെ ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ കൈകൊണ്ട് തന്നെ പിച്ചി പിച്ചി ഇട്ട് ഷ്രെഡ് ചെയ്ത് എടുക്കുക. ടൈം കൊണ്ട് നമ്മുടെ പാസ്തയും നമ്മുടെ ഈ മിക്സുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം കേട്ടോ. ഈ ഒരു ടൈം ആവുമ്പോഴേക്കും നമുക്ക് നമ്മുടെ ഷ്രെഡ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ, അതും കൂടെ ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതും നന്നായിട്ട് അതിലൊന്ന് കുഴഞ്ഞു വന്നോട്ടെ. ആ സ്റ്റോക്കും കൂടെ അതിലോട്ട് ഒഴിക്കാം കേട്ടോ. അതിൽ നിന്ന് ഊറി വന്ന വെള്ളം ഉണ്ടല്ലോ, അതും കൂടെ നമ്മൾ അതിലോട്ട് ഒഴിച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ചീസ് വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ചീസും കൂടെ അതിന്റെ മുകളിലോട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ ചീസ് ഇല്ലെങ്കിലും പ്രശ്നമില്ല കേട്ടോ. ചീസ് ഇല്ലെങ്കിലും ഇത് അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. പിന്നെ ചീസ് ഉണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് നമ്മൾ അതിലോട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ കയ്യിൽ മല്ലിച്ചീര ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. സംഗതി ഇത്രയേ ഉള്ളൂ. നമ്മുടെ വൈറൽ ക്രീമി പാസ്ത റെഡി ആയിട്ടുണ്ട്. സിമ്പിളും ആണ്, പക്ഷെ അടിപൊളി ടേസ്റ്റും ആണ് കേട്ടോ. അപ്പൊ എല്ലാവരും ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെൽ ബട്ടൺ അമർത്താനും മറക്കണ്ട. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.